കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി 3 ദിവസം കൂടിയേയുള്ളൂ. വോട്ടുറപ്പിക്കാൻ അവസാനവട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികൾ. ഒരു മാസം നീണ്ട പ്രചാരണത്തിന് ബുധനാഴ്ച കൊട്ടിക്കലാശം, വെള്ളിയാഴ്ച വോട്ടെടുപ്പ്. പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും മൂർച്ച കൂടിയിരിക്കുകയാണ്. നമുക്ക് വിവരങ്ങളിലേക്ക് പോകാം. TV പ്രസാദ്, ലേബി സജീന്ദ്രൻ, ദീപക് മലയമ്മ എന്നിവരാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. വെൽക്കം ഗൈസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സുജിയ. ഗുഡ് ഈവനിങ്. വന്നില്ലല്ലോ എവിടെയാണോ ഒളിച്ചു നിൽക്കുന്നത്? വന്നു, കണ്ടു. ഓക്കെ, അപ്പോ ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊക്കെ മൂർച്ച കൂടുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇങ്ങോട്ടുള്ള ആക്രമണത്തിന് മൂർച്ച കൂടുമെന്നാണ് തോന്നുന്നത്. പ്രസാദിൽ നിന്ന് തുടങ്ങാം. പ്രസാദ്, അപ്പോൾ തിരുവനന്തപുരത്ത് ഇങ്ങനെ കത്തിക്കാളുകയാണ്. പ്രകാശ് രാജ് ഒക്കെ വന്ന് രാജീവ് ചന്ദ്രശേഖറിനെതിരെയൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നു. അങ്ങനെ എങ്ങനെയാണ് തെക്കൻ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ പൾസ് ഈ നിമിഷത്തിൽ? സുജിയ, നാളെ കൂടി കഴിഞ്ഞാൽ മറ്റന്നാൾ കൊട്ടിക്കലാശമാണ്. 2 പകലുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. 2 പകലുകൾ ശേഷിക്കെ കടുത്ത ആക്രമണമാണ് പരസ്പരം മുന്നണി നേതാക്കന്മാർ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കണ്ടതുപോലെ നരേന്ദ്രമോദി അടക്കം രാഹുൽ ഗാന്ധി അടക്കം സകല ആളുകളും വന്ന് ഉഴുതുമറിച്ചിട്ട് പോവുകയാണ്. ഇപ്പോഴും കുറവില്ല. പല ഭാഗങ്ങളിലുമുള്ള പൊതുയോഗങ്ങളിൽ, നമ്മുടെ നാട്ടുമ്പുറത്തെ പൊതുയോഗങ്ങളിൽ പോലും കേന്ദ്ര നേതാക്കളാണ് പങ്കെടുക്കേണ്ടത്. അതിൽ BJP എന്നോ കോൺഗ്രസ് എന്നോ CPM എന്നോ വ്യത്യാസമില്ലാതെ വലിയ നിലയിലുള്ള ആളുകൾ പല ഭാഗങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യുന്നു. നേരത്തെ സുജയ പറഞ്ഞതുപോലെ വാക്ശരങ്ങൾക്കൊക്കെ മൂർച്ച കൂടുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതാണ്ട് 1 മാസമായി തുടരുന്ന പരസ്യ പ്രചാരണത്തിന് 2 ദിവസം മാത്രം ശേഷിക്കെ, അതായത് 2 പകലുകൾ മാത്രം ശേഷിക്കെ അവസാനത്തെ അടവും പയറ്റുകയാണ് മുന്നണികൾ. വാർത്താ സമ്മേളനങ്ങൾ തലങ്ങും വിലങ്ങും നടക്കുകയാണ്. അല്പസമയം മുമ്പാണ് പ്രകാശ് ജാവദേക്കർ വാർത്താ സമ്മേളനം നടത്തുന്നു എന്ന വിവരം അറിയിക്കുന്നത്. പ്രകാശ് രാജ് തിരുവനന്തപുരത്തെത്തി രാജീവ് ചന്ദ്രശേഖരനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ നടത്തി. ഇന്ന് രാവിലെ MV ഗോവിന്ദൻ മാസ്റ്റർ പൊതുയോഗത്തിൽ പ്രസംഗിച്ചു, ഇപ്പോഴും പ്രസംഗിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും നേതാക്കന്മാരുടെ ഒഴുക്കാണ്. തിരുവനന്തപുരത്തെ മത്സരം സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നാണ്. കേന്ദ്രമന്ത്രിയെ തന്നെ ഇറക്കി മണ്ഡലം പിടിക്കാനുള്ള വലിയ ശ്രമം NDA നടത്തുന്നു. നേരത്തെ കുമ്മനം രാജശേഖരനിലൂടെയും അതുപോലെ O രാജഗോപാലിലൂടെയും ഉള്ള ശ്രമങ്ങൾ അത് പരാജയപ്പെട്ടെങ്കിലും ഒരു ബിസിനസ്സുകാരൻ കൂടിയായ മന്ത്രി വന്ന് അത് നടത്തിയെടുക്കാൻ കഴിയുമോ എന്ന ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ NDA ക്യാമ്പുള്ളത്. ഇടതുമുന്നണിയാണെങ്കിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, അതായത് നേരത്തെ ഇവിടെ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട പന്ന്യൻ രവീന്ദ്രനെ തന്നെ രംഗത്തിറക്കി. സ്വാഭാവികമായും കഴിഞ്ഞ 3 ടേമായി ഇവിടെ ജയിച്ചു വരുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി കൂടിയായ ശശി തരൂര് കൂടിയുണ്ട്. അങ്ങനെ 3 പേരും ഇഞ്ചോടിഞ്ച് മത്സരം നടത്തുന്നു. അവരിലും ആദ്യഘട്ടങ്ങളിൽ ആരും വ്യക്തിപരമായ വിമർശനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മളോടെല്ലാം പറഞ്ഞതെങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ തികച്ചും വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു. ഏറ്റവും ഒടുവിൽ ശശി തരൂരിനെതിരെ കേസെടുക്കുന്ന സ്ഥിതി പോലും ഉണ്ടായി. ചുരുക്കത്തിൽ എല്ലാ തലങ്ങളിലും നേതാക്കന്മാർക്കിടയിലും പ്രവർത്തകർക്കിടയിലും ആവേശം വലിയ തോതിലാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് 26-ാം തീയതി നടക്കുന്ന വോട്ടെടുപ്പിലും ഉണ്ടാകും എന്നുള്ളതാണ്. വോട്ടിംഗ് ശതമാനം ഉയരും എന്ന പ്രതീക്ഷയിലാണ് മുന്നണികളെല്ലാം ഉള്ളത്. നഗരത്തിലെ കാഴ്ച മാത്രമല്ല, ഗ്രാമത്തിലും വലിയ ആവേശത്തിലാണ്. ചുമരെഴുത്തായാലും പോസ്റ്ററുകളായാലും പ്രകടനങ്ങളായാലും വീടുകൾ തേടി തോറുമുള്ള ഹൗസ് ക്യാമ്പയിനുകളായാലും എല്ലാവരും ഒത്തുചേർന്ന് ഈ പ്രചരണത്തിൽ വ്യാപൃതരാവുകയാണ്. മുഴുവൻ വോട്ടർമാരെയും അവരവരുടെ വോട്ടർമാരെയും ബൂത്തിലെത്തിക്കാനുള്ള ശ്രമം. സ്ഥാനാർത്ഥികളാണെങ്കിൽ വാഹന പര്യടനം അതിൻ്റെ അവസാന ഘട്ടത്തിൽ. നാളെ കൊണ്ട് വാഹന പര്യടനം സമാപിച്ച് മറ്റന്നാൾ ഒരു റോഡ് ഷോ എന്ന നിലയിൽ മണ്ഡലത്തിലുടനീളം കറങ്ങാനുള്ള ശ്രമത്തിലാണ് തിരുവനന്തപുരത്തെ 3 മുന്നണികളും. ആറ്റിങ്ങലിലെ സ്ഥിതിയും മറിച്ചല്ല. നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ ത്രികോണ മത്സരമാണ് അവിടെയും നടക്കുന്നത്. അവിടെയും സ്റ്റാർ പോരാട്ടമാണ്, സ്റ്റാറുകൾ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. കേന്ദ്രമന്ത്രി V മുരളീധരൻ, സിറ്റിംഗ് MP അടൂർ പ്രകാശ്, അതുപോലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും വർക്കല MLA-യുമായ V ജോയ് മത്സരിപ്പിക്കാൻ പറ്റുന്നതിൽ മികച്ച സ്ഥാനാർത്ഥികളെ ആറ്റിങ്ങലിൽ മത്സരിപ്പിച്ച് മണ്ഡലം പിടിക്കാൻ അവിടെയും ശ്രമിക്കുന്നു. കൊല്ലത്തും പത്തനംതിട്ടയിലും മാവേലിക്കരയിലും ഉൾപ്പെടെ ഈ പറഞ്ഞതുപോലെ ഓരോ മുന്നണികളും അവരുടെ അവസാന ശ്വാസം വരെ പണിയെടുക്കുകയാണ്. മണിക്കൂറുകളിൽ അത് കൂടുതൽ കടുപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. പ്രത്യേകിച്ചും മണിക്കൂറുകൾ എണ്ണി പ്രചാരണം നടത്തേണ്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. മധ്യ കേരളത്തിലേക്ക് വന്നാൽ ലേബി, ഇനി പരസ്യ പ്രചാരണത്തിന് 100 മണിക്കൂർ പോലും തികച്ചില്ല. ഓരോ മണിക്കൂറും ഉപയോഗിച്ചാൽ പോലും. അപ്പോൾ ഇനി ഓരോ മിനിറ്റും പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് മധ്യ കേരളത്തിൽ കൂടുതൽ ചടുലതയോടെ പ്രചാരണത്തിലേക്ക്, വെയിൽ ചൂടൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പകലും പ്രചാരണം കടുപ്പിക്കുകയാണോ? എന്താണ് കാഴ്ച ലേബി?
സുജയ, മധ്യ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ വളരെ ആവേശത്തോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 3 മുന്നണി സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരുമെല്ലാം വളരെയേറെ ആവേശത്തോടു കൂടിയാണ് ഈ പ്രചരണ രംഗത്ത് സജീവമായിട്ടുള്ളത്. BJP ക്യാമ്പിൽ ഇന്ന് പല ഭാഗത്തും റോഡ് ഷോകൾ നടക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ ഇറക്കുന്നുണ്ട്. അസം മുഖ്യമന്ത്രി ഇന്ന് തൃപ്പൂണിത്തുറയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മധ്യ കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് തന്നെ വളരെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തകർ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നലത്തെ ദിവസം കൊണ്ട് 3 വട്ട വീട് കയറി ഉള്ള പ്രചാരണ പരിപാടികൾ അവസാനിച്ചു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തന ശൈലിയാണ് 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകർ ഈ മണ്ഡലങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് നടത്തുന്നത്. മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരാണ് ഏറ്റവും നിർണായകമായ മണ്ഡലം എന്ന് പറയാൻ സാധിക്കും. തൃശ്ശൂരിലെ നിലവിലെ പൂര വിവാദമെല്ലാം തിളച്ച് കൊഴുക്കുന്നുണ്ട്, തിളച്ചു മറിയുന്നുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ അതിലൂന്നിയുള്ള പ്രചാരണം 3 മുന്നണികളും നടത്തുന്നുണ്ട്. ഏതായാലും പ്രചാരണ പരിപാടികളൊക്കെ വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആലപ്പുഴയിൽ നിന്ന് സ്ഥാനാർത്ഥി കൂടിയായ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എറണാകുളത്തെത്തിയിരുന്നു. അങ്ങനെ പ്രചാരണ പരിപാടികൾക്ക് മണ്ഡലത്തിൽ ഒതുങ്ങാതെ KC വേണുഗോപാൽ ഇന്ന് നേതൃത്വം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല കൊച്ചിയിലുണ്ട്. CPM-ന്റെ നേതാക്കളും അതുപോലെ തന്നെ മണ്ഡലത്തിലെല്ലാം സജീവമാണ്. ഏതായാലും 3 മുന്നണികളും വളരെ ആവേശത്തോടുകൂടി അവസാന ലാപ്പ് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുജയ, ഓക്കെ ലിബി, നമുക്ക് വടക്കോട്ട് പിടിക്കാം. ദീപക് മലയമ്മ അവിടെ തയ്യാറായി നിൽക്കുകയാണ്. ദീപക് മലയമ്മ, ഒരു മണ്ഡലത്തിൽ നോക്കിയാൽ പോരാ, മലബാറിലെ എല്ലാ മണ്ഡലങ്ങളിലും തീ പാറുന്ന പോരാട്ടമാണ്. വടകരയിലാകട്ടെ ഒരു സ്റ്റാർ ഫൈറ്റ് എന്നതിനപ്പുറം ഒരു ലീഗൽ ഫൈറ്റിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. 24 മണിക്കൂറിനകം മറുപടി പറയണമെന്നാണ് KK ശൈലജയോട് ഷാഫി പറമ്പിൽ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ കൊഴുക്കുകയല്ലേ മലബാറിലെ തെരഞ്ഞെടുപ്പ് പൂരം? സുജയ, ഇങ്ങ് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മലബാർ റീജിയനിൽ പെടുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന തരത്തിൽ തന്നെ കാര്യങ്ങളെ കാണേണ്ടി വരും. പ്രത്യേകിച്ച് കാസർഗോഡ് ഒരു ഇടത് സ്വഭാവമുള്ള മണ്ഡലമാണ്. ആ മണ്ഡലം കൈവിട്ടതോടുകൂടി അത് തിരിച്ചു പിടിക്കാനാണ് ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള MV ബാലകൃഷ്ണൻ രംഗത്ത് ഇറക്കിക്കൊണ്ട് LDF വന്നത്. അവിടെ ഉണ്ണിത്താൻ ബഹുദൂരം മുന്നിൽ നിന്നുകൊണ്ട് തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളിലുണ്ട്. പക്ഷേ അവിടെയും ശക്തമായ പോരാട്ടം നടക്കുന്നു. ML അശ്വിനി ആ അർത്ഥത്തിൽ തന്നെ അവിടെ വോട്ട് വിഹിതം ഉയർത്താനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ കാസർഗോഡ് സംസാരിക്കുമ്പോഴും ഉണ്ണിത്താനും ഒപ്പം തന്നെ MV ബാലകൃഷ്ണനും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് കാസർഗോഡ് നിന്ന് ലഭിക്കുന്നത്. കണ്ണൂരിലേക്ക് വരുമ്പോൾ സമാനമായ രീതിയിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ തന്നെ രംഗത്തിറക്കിയാണ് LDF ആ മണ്ഡലം തിരികെ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അവിടെ K സുധാകരൻ ആദ്യഘട്ടത്തിൽ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചെങ്കിലും പിന്നീട് മത്സര രംഗത്തേക്ക് വരുന്നത് കണ്ടു. അതോടുകൂടി കോൺഗ്രസിന് കുറച്ച് കരുത്തുണ്ടാകുന്നു. UDF ക്യാമ്പ് ഉണരുന്ന സാഹചര്യം കണ്ണൂരിലും ഉണ്ടാകുന്നു. എന്തായാലും അവിടെയും ആ പോരാട്ടത്തിന്റെ വീര്യം എന്ന് പറയുന്നത് അങ്ങ് ഉച്ചസ്ഥായിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീടൊന്ന് വയനാട് മണ്ഡലമാണ്. വയനാട്ടിലേക്ക് വരുമ്പോൾ ദേശീയ ശ്രദ്ധ ആകർഷിച്ച മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള പ്രത്യേകതയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ഷെയറിൽ ഏതെങ്കിലും തരത്തിൽ കുറവുണ്ടാക്കാൻ കഴിയുമോ എന്ന് LDF വലിയ രീതിയിൽ ചിന്തിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ അനിരാജയെ ഇറക്കി അത്തരം മത്സര രംഗത്തേക്ക് സജീവമായി പോവുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ ഗണപതി വട്ടം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാക്കിക്കൊണ്ടാണ് K സുരേന്ദ്രൻ സജീവമായി തന്നെ നിൽക്കുന്നത്. വോട്ട് ഷെയർ ഉയർത്താനുള്ള ശ്രമങ്ങൾ NDAയുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും വയനാട് ഇത്തവണ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ഇനി കോഴിക്കോട് ജില്ലയിലെ 2 മണ്ഡലങ്ങളാണ്. ഒന്ന് വടകര, മറ്റൊന്ന് കോഴിക്കോട്. ഈ വടകര മണ്ഡലമാണ് അക്ഷരാർത്ഥത്തിൽ സ്റ്റാർ മണ്ഡലമായി നമ്മൾ നിത്യവും വാർത്തകളിൽ നിറയുന്ന മണ്ഡലമായി കാണുന്നത്. പ്രത്യേകിച്ച് KK ശൈലജയെ ആദ്യഘട്ടത്തിൽ തന്നെ LDF അവിടെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുന്നു. ശൈലജ ഒരു പടി കടന്നുകൊണ്ട് പ്രചാരണ രംഗത്തേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നീടാണ് K മുരളീധരന്റെ പേരുണ്ടായിരുന്നത്. അത് മാറി ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വടകരയിലേക്ക് എത്തുന്നത്. ആദ്യഘട്ടത്തിലൊരു ട്രെൻഡ് ഷാഫി ഉണ്ടാക്കി. പിന്നീട് അത് പതിഞ്ഞ സ്വരത്തിലേക്ക് പോയി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇനി ഈ ഒരു പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അത് വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ നടക്കുന്ന ഒരു മണ്ഡലമായി വടകര മാറിയിരിക്കുന്നു. ആര് ജയിക്കുമെന്ന് വടകരയിലുള്ള വോട്ടർമാരോട് ചോദിച്ചാൽ പോലും കൃത്യമായൊരു ഉത്തരം പറയാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അവരെത്തിയിരിക്കുന്നു. പക്ഷേ അവിടെ ചില പ്രചാരണ തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലീമസമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ വടകര ഇപ്പോഴും സ്റ്റാർ മണ്ഡലം തന്നെയാണ്. ആ അർത്ഥത്തിൽ വടകര എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് അറിയാനുമുണ്ട്. കോഴിക്കോട് മണ്ഡലം MK രാഘവനും ഒപ്പം തന്നെ എളമരം കരീമും MT രമേശും ഉൾപ്പെടെ ഒരു വലിയ ശക്തമായ മത്സരം കോഴിക്കോട് മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ടേമിലായി MK രാഘവൻ കൈവശം വയ്ക്കുന്ന ഒരു മണ്ഡലത്തെ തിരികെ പിടിക്കുക എന്നുള്ളതാണ് എളമരം കരീമിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. MT രമേശ് സ്വാഭാവികമായും നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി MT രമേശ് ഒരു ഭാഗത്ത് പ്രചാരണ പ്രവർത്തനങ്ങളുമായി പോകുന്നു. പക്ഷേ അല്പമെങ്കിലും ആശ്വാസത്തോടു കൂടി തന്നെയാണ് MK രാഘവൻ തന്റെ പ്രചാരണ പ്രവർത്തനം കൊണ്ടുപോകുന്നത്. ഇത്തവണയും വിജയിക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. അപ്പോഴുമുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്
മലപ്പുറം കോഴിക്കോട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് മലബാറിലെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്ന് തന്നെ സൂചിപ്പിക്കാം, ഈ സമസ്ത ലീഗ് തർക്കമൊക്കെ നിലനിൽക്കുന്ന ഒരു സമയവും കൂടിയാണ്. ആ സമയത്ത് മുസ്ലിം വോട്ടുകൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ അത് എങ്ങനെ കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ നിർണായകമാകുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി മലപ്പുറം മണ്ഡലത്തിലേക്ക് പോയാൽ വി വസീഫിനെയാണ് LDF ഇറക്കിയിരിക്കുന്നത്. അവിടെ ET മുഹമ്മദ് ബഷീർ മണ്ഡലം മാറി വന്നയാളാണെങ്കിൽ പോലും മറ്റു വലിയ അട്ടിമറികളൊന്നും നമ്മൾ തൽക്കാലം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അവിടെയും ഒരു പോരാട്ടം എന്ന കണക്കിന് തന്നെ കാര്യങ്ങൾ പോകുന്നു. പൊന്നാനിയിൽ ഇത്തവണ അബ്ദുൽ സമദ് സമദാനിയുണ്ട്. മറുവശത്ത് ഒരു തുറുപ്പ് ചീട്ട് എന്നുള്ള കണക്കിനാണ് LDF KS ഹംസയെ ഇറക്കിയിട്ടുള്ളത്. ഹംസ നിരന്തരം പറയുന്നത് അടിയൊഴുക്കുകൾ ഇത്തവണ ഉണ്ടാകുമെന്നുള്ളതാണ്. ഹംസ അത് പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പറയുന്നത്. ഇന്ന് വന്ന ചില പ്രതികരണങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ലീഗിൻ്റെ ഭാഗത്തെ ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയിൽ നിന്നടക്കം പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. അങ്ങനെ സമസ്തയുടെ സ്ഥാനാർത്ഥി എന്നുള്ള അർത്ഥത്തിൽ പോലും KS ഹംസയെ ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. പൊന്നാനി അങ്ങനെ ദീപക് മലയമ്മ പൊന്നാനി വരെ ഓടിയെത്തിയിരിക്കുകയാണ്. ദീപക് മലയമ്മ എക്സ്പ്രസ്. അതിനിടയിൽ ഒറ്റ സ്റ്റോപ്പ്. അതായത് KS ഹംസ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇപ്പോഴത്തെ പരാമർശങ്ങൾ PMA സലാമിനെതിരെയുള്ള നീക്കങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ വോട്ടിടത്തേക്കാണോ സമസ്ത അങ്ങോട്ട് ഒഴുകുകയാണോ? ഒഴുക്ക് തുടങ്ങിയോ? ഈ സമസ്തയിൽ രണ്ട് വിഭാഗങ്ങളായാണ് സുജയ ഇപ്പോൾ കൃത്യമായ ഒരു വാഗ്വാദം നടക്കുന്നത്. ഇന്ന് നാസർ ഫൈസി കൂടത്തായി കോൺഗ്രസിനും ലീഗിനുമൊക്കെ അനുകൂലമായി സംസാരിക്കുമ്പോൾ മറുവശത്ത് ഉമർ ഫൈസി കൃത്യമായ നിലപാട് പറയുന്നു. CPIM മാത്രമാണ് BJPക്കെതിരെ എതിരിടാൻ കഴിയുക എന്നുള്ള നിലപാട് വെട്ടിത്തുറന്ന് പറയുകയാണ് ഉമർ ഫൈസി. സ്വാഭാവികമായും ആ ഒരു നിലപാട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കും ഒപ്പം തന്നെ സമസ്തയിലെ മറ്റംഗങ്ങൾക്കും ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു നിലപാട് അല്ലെങ്കിൽ അതിനോട് അല്പമെങ്കിലും അനുഭാവം പ്രകടിപ്പിക്കുന്ന നിലപാട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കും ഒപ്പം തന്നെ സമസ്തയിലെ മറ്റംഗങ്ങൾക്കും ഉണ്ട് എങ്കിൽ അത് കോഴിക്കോടിന്റെയും മലബാറിലെ പല മണ്ഡലങ്ങളുടെയും സ്വഭാവം മാറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മലബാറിന്റെ രാഷ്ട്രീയമാണ് ദീപക് മലയമ്മ പങ്കുവച്ചത്. ഒപ്പം മധ്യകേരളത്തിലെ വിവരങ്ങളുമായി നമുക്കൊപ്പം കൂടിയത് ലേബി സജീന്ദ്രനാണ്. തിരുവനന്തപുരത്ത് നിന്ന് TV പ്രസാദും. കൂടുതൽ കാഴ്ചകൾ കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദേശീയ രാഷ്ട്രീയത്തിൽ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.